കാർഷിക വാർത്തകൾ. വിദേശ വിപണിയിൽ ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് വിലക്ക്. സുരക്ഷാ പരിശോധനയിൽ വീഴ്ച കണ്ടെത്തിയതോടെയാണ് നേപ്പാളും ജപ്പാനും നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിളനാശവും വിപണി പ്രതിസന്ധിയും നേരിടുന്ന ഇന്ത്യൻ മാമ്പഴ കർഷകർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഇരട്ട പ്രഹരമായി മാറുകയാണ്. മാമ്പഴങ്ങളിൽ അനുവദനീയ പരിധിയേക്കാൾ കൂടുതൽ കീടനാശിനി ഉപയോഗം കണ്ടെത്തിയതിനെ തുടർന്ന് നേപ്പാൾ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവച്ചു. നേപ്പാളിലെ കൃഷി കന്നുകാലി വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഏപ്രിൽ-മെയ് മാസങ്ങളിലാണ് നിയന്ത്രണം നിലവിൽ വന്നത്. ഉപഭോക്താക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് നടപടിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഈ വിലക്ക് മാമ്പഴ ലഭ്യത കുറയാനും വില വർദ്ധിക്കാനും ഇടയാക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. അതേസമയം ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് ജപ്പാനും ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. കേസർ, അൽഫോൻസ, ലാംഗ്ര, ബങ്കനപ്പള്ളി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് ജപ്പാൻ താൽക്കാലികമായി തടഞ്ഞത്. എന്നാൽ ജപ്പാന്റെ നടപടി കീടനാശിനി സാന്നിധ്യം മൂലമല്ല. ക്വാറന്റീൻ നടപടിക്രമങ്ങളിലും ഫൈറ്റോ സാനിറ്ററി പരിശോധനകളിലുമുണ്ടായ വീഴ്ചകളാണ് കാരണം. കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഇതിനകം തന്നെ വിളനാശം നേരിടുന്ന ഇന്ത്യൻ മാമ്പഴ കർഷകർക്ക് ഈ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കയറ്റുമതി വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിക്കുന്ന ഈ നടപടി മാമ്പഴ വ്യാപാര മേഖലയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റബ്ബറിനൊപ്പം കാപ്പിയും കമുകും ഉൾപ്പെടെയുള്ള ഇടവിള കൃഷിയിലേക്ക് കർഷകരുടെ ചുവടുമാറ്റം. കുറഞ്ഞ പരിചരണ ചെലവും മികച്ച വിപണി വിലയും കർഷകരെ ഏകവിള കൃഷിയിൽ നിന്ന് വൈവിധ്യമാർന്ന കൃഷിരീതികളിലേക്ക് ആകർഷിക്കുകയാണ്. റബ്ബർ കൃഷിയെ മാത്രം ആശ്രയിക്കുന്നതിലെ അനിശ്ചിതത്വം കണക്കിലെടുത്ത് മലയോര മേഖലയിലെ കർഷകർ ഇപ്പോൾ കാപ്പി, കമുക് തുടങ്ങിയ വിളകളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നു. റബ്ബർ വെട്ടിമാറ്റിയ തോട്ടങ്ങളിലും പുതിയ റബ്ബർ തൈകൾക്കിടയിലും കാപ്പിയും കമുകും വ്യാപകമായി നട്ടുപിടിപ്പിക്കുന്ന പ്രവണതയാണ് വർദ്ധിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൂഞ്ഞാർ, കൂട്ടിക്കൽ, പറത്താനം തുടങ്ങിയ മേഖലകളിൽ നിരവധി കർഷകർ റബ്ബറിനൊപ്പം കാപ്പിയും കമുകും കൃഷി ചെയ്യുന്നു. ചിലർ റബ്ബർ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈ വിളകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ പരിചരണ ചെലവും മികച്ച വിപണി വിലയും കർഷകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. നിലവിൽ 1 കിലോ കാപ്പിക്കുരുവിന് 200 രൂപയിലധികവും കൊട്ടപ്പാക്കിന് 270 രൂപയോളവും വില ലഭിക്കുന്നുണ്ട്. കാപ്പി 2.5 വർഷത്തിനുള്ളിലും കമുക് 3 വർഷത്തിനുള്ളിലും ആദായം നൽകി തുടങ്ങും. മഴക്കാലം ആരംഭിച്ചതോടെ കാപ്പി, കമുക് തൈകളുടെ വിൽപ്പനയും സജീവമായിട്ടുണ്ട്. റബ്ബർ ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതും കർഷകർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഏകവിള കൃഷിക്ക് പകരം വൈവിധ്യമാർന്ന കൃഷി രീതികളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് കർഷകരുടെ ശ്രമം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.